ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ്. അമ്മാ ബഅദ്. സൂറത്തുൽ അംബിയ 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. ആദ്യമായി സൂറത്തുകളുടെ ഒക്കെ തുടക്കത്തിൽ നാം ബിസ്മി പാരായണം ചെയ്യുന്നു. ബിസ്മില്ലാഹി. ഇവിടെ അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയുടെ തൊട്ടുമുമ്പിൽ കസ്ർ വന്നതുകൊണ്ട് ലാമിനെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കുന്നു. അർ റഹ്മാൻ, റാഇന് തഫ്ഖീം കൊടുക്കുക. ഇവിടെ തക്രീർ വരാതെ സൂക്ഷിക്കേണ്ട സന്ദർഭമാണ്. ഷദ്ദുള്ളത് കൊണ്ട് അർ എന്ന് വിറയൽ വരരുത്. ഹ വ്യക്തമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അർ റഹ്മാൻ, അർ റഹീം. ഇവിടെയൊക്കെ സൂചിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളരെ ഭംഗിയായി ഓതുക. അർ റഹീം എന്ന് ദീർഘം വേണമെങ്കിൽ നൽകാം. മദ് ആരിദ് ലിസുക്കൂൻ എന്ന ദീർഘമാണ്, ജായിസാണ്. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഖസ്ർ ചെയ്ത് മതിയാക്കാം, അല്ലെങ്കിൽ 3 or 4 ഒക്കെ ആകാവുന്നതാണ്. 6 ഹറക്കത്തിൻ്റെ അളവിൽ ഇഷ്ബാഅ് ചെയ്ത് പൂർത്തിയാക്കുകയും ആവാം. ഇതെല്ലാം ജായിസായ രൂപമാണ് മദ് ആരിദ് ലിസുക്കൂനിൽ. ശേഷം ഇഖ്തറബ ലിന്നാസി. ഈ പദത്തിൻ്റെ തുടക്കത്തിലുള്ളത് ഹംസത്തുൽ വസ്ലാണ്. ഇഖ്തറബ. ഹംസത്തുൽ വസ്ലിന് അത് ഫിഅലിലാണ് വരുന്നതെങ്കിൽ, സാലിസുൽ ഫിഅലിന് ദമ്മാണെങ്കിൽ ഹംസക്ക് ദമ്മും അല്ലെങ്കിൽ കസ്റും നൽകണം എന്നതാണ് അടിസ്ഥാന നിയമം. ഇവിടെ സാലിസുൽ ഫിഅലായ താഇന് ഫത്ഹ ആയതുകൊണ്ട് ഇഖ്ത എന്ന 3ാമത്തെ അക്ഷരം, ഈ പദത്തിലെ 3ാമത്തെ ഹർഫായ താഇന് ഫത്ഹ ആയതുകൊണ്ട് അഥവാ ദമ്മ അല്ലാത്തതുകൊണ്ട് ഹംസക്ക് കസ്ർ നൽകി ഉച്ചരിക്കേണ്ടതാണ്. അത് മുറിച്ച് അല്ലെങ്കിൽ ഇബ്തിദാ ചെയ്ത് ഓതുമ്പോൾ ഇഖ്തറബ ചേർത്തോതുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്തറബ ലിന്നാസ് എന്ന് ചേർത്തോതുകയും ആവാം. എന്നാൽ ശരിയായ അല്ലെങ്കിൽ അഫ്ദലായ രൂപം മുറിച്ച് ഓതുകയാണ്. എല്ലാ ആയത്തുകളുടെയും അന്ത്യത്തിൽ വഖഫ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യലാണ് ഏറ്റവും ഉത്തമം. ഇഖ്തറബ. ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഖാഫിന് തഫ്ഖീം കൊടുക്കുകയും വേണം. ഇഖ്തറബ. താഇന് തഫ്ഖീം വരരുത്. ഇഖ്ത എന്നായി പോയത്. ഇഖ്തറബ. റാഇനും തഫ്ഖീം വേണം. ലിന്നാസ്. ഇഖ്തറബ. ബാഇന് തർഖീഖാണ്. അപ്പോൾ ഖാഫിനും റാഇനും മാത്രമാണ് ഈ പദത്തിൽ തഫ്ഖീമുള്ളത് എന്നത് ശ്രദ്ധിക്കുക. ഇഖ്തറബ ലിന്നാസി. നൂൻ മുശദ്ദദയെ മണിക്കണം. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഹിസാബുഹും. ഹാഇന് നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ശരിയായ ഉച്ചാരണം നൽകുക. തൊണ്ടയുടെ മധ്യമാണ് മഖ്റജ്. ഹിസാബുഹും വഹും ഫീ ഗഫ്ലഹ്. ഇവിടെ ആവർത്തിച്ച് വരുന്ന സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം വാവും ഫാവും ഒക്കെ വരുന്നു. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ട സന്ദർഭമാണ്. വാവോ ഫാവോ സാക്കിനത്തായ മീമിന് ശേഷം വരുമ്പോൾ മീമിനെ സൂക്ഷിക്കേണ്ടതാണ്, കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അവ്യക്തമായി പോവാൻ സാധ്യതയുള്ള സന്ദർഭമാണ്. കാരണം അത് ഷഫവിയായ അക്ഷരങ്ങളാണ് എല്ലാം എന്നതുകൊണ്ടാണ്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഗഫ്ല. ഗൈന് പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മീമ് ഷദ് നൽകപ്പെട്ട മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, അഥവാ ഇദ്ഗാം ബിഗുന്ന കാമിൽ. മുഅ്രിദൂൻ. ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ബാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. നിസ്ബിയായ തഫ്ഖീം 3ാമത്തെ ലെവലിലുള്ള തഫ്ഖീമാണ് ബാദിന് നൽകേണ്ടത്. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. മുഅ്രിദൂൻ. മാ യഅ്തീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം. മാ യഅ്തീഹിം. ഹംസയെ കടുപ്പിച്ച് പറയണം. യഅ്തീഹിം. യഅ്തീഹിം എന്ന് തെറ്റായി പലരും പറയാറുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. മാ യഅ്തീഹിം. മാ യഅ്തീഹിം മിൻ. അവിടെ മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച്
ഇദ്ഗാം ഷഫവി നൽകി ഒറ്റ ഷദ്ദുള്ള മീമാക്കി മാറ്റി ഉച്ചരിക്കുക. മാ യഅ്തീഹിം മിൻ, ഈ ഇദ്ഗാമിന് ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നും പേര് നൽകാം. മിൻ ദിക്ർ, സാക്കിനത്ത് അനൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. ദാലിന് മുമ്പിൽ വന്നതുകൊണ്ട് തർക്കീഖോട് കൂടിയുള്ള മണിക്കലാണ് വേണ്ടത്. മിൻ ദിക്രിം, മിൻ ദിക്, ദിക് എന്ന് കാഫ് ഹംസ് നൽകി വെച്ചിരിക്കുക. ഹംസ് എന്ന അതിൻ്റെ സിഫത്ത് അതിന് നൽകണം. ദിക്രിം, ദിക്രിം മിർ റബ്ബിഹിം, തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ഉച്ചരിക്കുക. മിർ റബ്ബിഹിം, ഇവിടെ സാക്കിനത്ത് അനൂനിന് ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. മിൻ ദിക്രിം മിർ റബ്ബിഹിം മുഹ്ദസ്, റബ്ബിഹിം എന്നതിലെ സാക്കിനത്ത് മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈന് സഗീർ, മുതമാസിലൈന് സഗീർ എന്നൊക്കെ പേര് നൽകാവുന്ന ഇദ്ഗാം ചെയ്ത് ഷദ്ദുള്ള മീമിനെ മണിച്ച് ഉച്ചരിക്കുക. മുഹ്ദസിൻ ഇല്ല, ഇവിടെ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ഹംസയുടെ മുമ്പിൽ തൻവീൻ വന്നു. മുഹ്ദസിൻ ഇല്ലസ്തമഉ, ഇല്ല ഇസ്തമഉ, രണ്ട് പദങ്ങളെ ചേർത്തുകൊണ്ട് ഇല്ലസ്തമഉഹു എന്ന് ഓതുകയാണ്. ഇവിടെ ഇൽത്തിഖാഉ സാക്കിനീൻ പരിഹരിക്കുവാൻ വേണ്ടിയാണ് ദീർഘാക്ഷരമായ അലിഫിനെ ഹദ്ഫ് ചെയ്യുന്നത്. ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, ഐൻ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. വഹും യൽഅബൂൻ, വഹും യൽഅബൂൻ, സാക്കിനത്ത് മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ലാഹിയതൻ ഖുലൂബുഹും, ഇവിടെ തൻവീനും ശേഷം ഖാഫുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം. ഖാഫ് തഫ്ഖീമിൻ്റെ ഹർഫായതുകൊണ്ട് മണിക്കലിലും തഫ്ഖീം വേണം. ലാഹിയതൻ ഖുലൂബുഹും വഅസറുൻ നജ്വ അല്ലദീന ളലമു, അസറു അന്നജ്വ. ഇൽത്തിഖാഉ സാക്കിനീൻ പരിഹരിക്കുവാൻ വേണ്ടി വാവ് എന്ന ദീർഘാക്ഷരത്തെ ഹദ്ഫ് ചെയ്യുന്നു. അന്നജ്വ, ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നു. ജീമിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കേണ്ടതാണ്. വഅസറുൻ നജ്വ അല്ലദീന ളലമു, ധാരാളം ഇൽത്തിഖാഉ സാക്കിനീൻ വരുക സ്വാഭാവികമാണ്. അന്നജ്വ എന്നതിലെ അലിഫും ഇൽത്തിഖാഉ സാക്കിനീൻ വേണ്ടി ഒഴിവാക്കുകയാണ്. അന്നജ്വ അല്ലദീന ളലമു, ളലമു ളാഇനെ തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാന്റെ ഹർഫാണ്. ഹൽ ഹാദ, ഹ വ്യക്തമായി ഉച്ചരിക്കണം. അത് ഹ പോലെയൊന്നും ആയി പോകരുത്. ഹൽ ഹാദ ഇല്ല, ഇവിടെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ഹൽ ഹാദ ഇല്ല ബശറും മിസ്ലുക്കും, ബശറുൻ റാഇന് തഫ്ഖീം നൽകണം. തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി ബശറും മിസ്ലുക്കും എന്ന് ഉച്ചരിക്കുക. അഫതഅ്തൂന അസ്സിഹ്റ വഅൻതും, ഹംസകൾ വ്യക്തമാക്കി ഉച്ചരിക്കണം. നേരത്തെ സൂചിപ്പിച്ചതാണ്. അഫതഅ്തൂന അസ്സിഹ്റ, റാഇന് തഫ്ഖീം കൊടുക്കുക. വഅൻതും, സാക്കിനത്ത് അനൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. സാക്കിനത്ത് മീം അന്ത്യത്തിൽ വന്നതിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വഅൻതും തുബ്സിറൂൻ, തുബ്സിറൂൻ, ബാഇന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. സ്വാദിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് വരിക. റാഉം തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. തുബ്സിറൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس
الناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون